ഹായ് ഓൾ 2024 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. സമഗ്ര സംഭാവനയ്ക്കുള്ള പൂന്താനം സ്മാരക അവാർഡിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2024 പൂന്താനം സ്മാരക അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. എന്താണ്? സംസ്ഥാനത്തെ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. അടുത്ത ക്വസ്റ്റ്യൻ. കുറഞ്ഞ ചിലവിൽ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിർമ്മിച്ച OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. കുറഞ്ഞ ചിലവിൽ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിർമ്മിച്ച OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. 17ാം ലോകസഭയിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹമായ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം ആരാണ്? NK പ്രേമചന്ദ്രൻ. 17ാം ലോകസഭയിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് NK പ്രേമചന്ദ്രൻ. സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ 100% പങ്കാളിത്തം നേടിയ രാജ്യത്തെ ആദ്യ ജില്ല. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ 100% പങ്കാളിത്തം നേടിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. എന്താണ്? സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ 100% പങ്കാളിത്തം നേടിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാനുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി ഇന്ത്യയിൽ ആദ്യമായി AMR സർവൈലൻസ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്തുന്നതിനും അതിനനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാനുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി ഇന്ത്യയിൽ ആദ്യമായി AMR സർവൈലൻസ് റിപ്പോർട്ട് പുറത്തിറക്കിയത് കേരളമാണ്. മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? KK ഗംഗാധരൻ. മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരം നേടിയത് KK ഗംഗാധരൻ. അടുത്തത്. പത്മപ്രഭ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 പത്മപ്രഭ പുരസ്കാരം 2024 മെയ്യിലാണ് പ്രഖ്യാപിച്ചത്. അർഹനായ എഴുത്തുകാരൻ റഫീഖ് അഹമ്മദ്. പത്മപ്രഭ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. അടുത്തത്. 2024 ഇൻ്റർനാഷണൽ വാട്ടർ കോൺക്ലേവിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം. 2024 ഇൻ്റർനാഷണൽ വാട്ടർ കോൺക്ലേവിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഷില്ലോങ്. ഷില്ലോങ്ങാണ് 2024 ഇൻ്റർനാഷണൽ വാട്ടർ കോൺക്ലേവിന് ആതിഥേയത്വം വഹിച്ചത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 2024 ഫെബ്രുവരിയിൽ എൻവയോൺമെൻ്റൽ ക്ലിയറൻസ് നൽകിയ വാധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 2024 ഫെബ്രുവരിയിൽ എൻവയോൺമെൻ്റൽ ക്ലിയറൻസ് നൽകിയ വാധവൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആര്? ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്തത്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയത് കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം.
എന്താണ് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും സമൂഹത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് വേദിയായത് കൊച്ചിയാണ്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും സമൂഹത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് വേദിയായ നഗരം കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര്? ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര് ഓപ്പറേഷൻ അമൃത്. അമൃത് AMRITH. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. അമൃതിൻ്റെ സ്പെല്ലിംഗ് നോക്കണേ, AMRITH. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഇനി അടുത്തത് 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ? PK വീരമണിദാസൻ. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2025 ദക്ഷിണ കൊറിയയാണ്. 2025 ദക്ഷിണ കൊറിയയാണ് ആതിഥ്യം വഹിക്കാൻ പോകുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലാൻഡ് റീസ്റ്റോറേഷൻ, അതായത് ഭൂമി പുനഃസ്ഥാപിക്കൽ. സ്റ്റോപ്പിംഗ് ഡെസേർട്ടിഫിക്കേഷൻ, അതായത് മരുഭൂവൽക്കരണം. ആൻഡ് ബിൽഡിംഗ് ഡ്രോട്ട് റിസൈലിയൻസ്, അതായത് വരൾച്ച പ്രതിരോധം. എന്തൊക്കെയാണ്? ലാൻഡ് റീസ്റ്റോറേഷൻ, സ്റ്റോപ്പിംഗ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് ഡ്രോട്ട് റിസൈലിയൻസ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ്. ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യ. 2025 ദക്ഷിണ കൊറിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി? പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഒന്നിൽ കുറയാത്ത പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ, ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി കേരള വിനോദസഞ്ചാര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഒന്നിൽ കുറയാത്ത പ്രകൃതിരമണീയമായ സ്ഥലങ്ങളും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും തുടങ്ങിയവ ഉൾപ്പെടുത്തി കേരള വിനോദസഞ്ചാര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ടൂറിസം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കായൊരു ചോദ്യം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.